നിങ്ങളെന്നെ നിർബന്ധിക്കരുത്. കേട്ടോ. അത് പുരുഷനോട് പറയാം, സ്ത്രീയോട് പറയാം. എങ്ങനെ പറയാം? അതിന് 3 വാക്യം നമുക്ക് പഠിക്കാൻ വന്നില്ല. ലാ തുജ്ബിർനി പുരുഷനോട്, സ്ത്രീയോട് ലാ തുജ്ബിരീനി എന്നെ നിങ്ങളത്, അല്ലെ മാ തുജ്ബിർനി, ലായാണ് പറയേണ്ടത്, മായും കേൾക്കാം. ലാ തുജ്ബിർനി. ഓക്കെ, അതാണ് ലാ തുജ്ബിർനി, എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്. ഓക്കെ, ഈ രണ്ടാമത്തെ ലാ തൽഗത്ത് അലയ്യ. ലാ തൽഗത്ത് അലയ്യ, ദഗ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസ് ചെയ്യാൻ. ലാ തൽഗത്ത് അലയ്യ, നിങ്ങൾ അതിൻ്റെ പേരിൽ കൊണ്ട് വല്ലാതെ നിങ്ങൾ എന്നെ ഓവർ ടൈറ്റ് ആക്കരുത് കേട്ടോ. ലാ തൽഗത്ത് അലയ്യ, ലാ തൽഗത്ത് അലയ്യ ലിഹാദൽ അംർ അശാൻ സവ്യ ഹാദ, ഞാനത് ചെയ്യണം നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അത് അലഖ്തിയാരി, ഇത് എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാം. അപ്പം എന്താണ്? 1 ലാ തുജ്ബിർനി, 2 ലാ തൽഗത്ത് അലയ്യ. അത് ലേഡീസിനോട് പറയുമ്പോൾ ലാ തൽഗത്തി അലയ്യ സയ്യിദ, ലാ തൽഗത്തി അലയ്യ സയ്യിദ, മാഡം എന്നെ അത് നിങ്ങൾ നിർബന്ധിക്കരുത് കേട്ടോ, എന്നെ ഇടങ്ങറാക്കരുതേ. ഇതാ 4-മത്തെ, അപ്പോൾ 2 മൂന്നാമത്തെ ലച്കല്ലിഫിനി. ഏതാ? കല്ലഫക്ക് എക്സ്പെൻസ് എന്നർത്ഥമുണ്ട്, വേറെ കുറേ അർത്ഥം ഉണ്ടെങ്കിലും ഈ ആംഗിളിലും ഈ സാധനം ഉപയോഗിക്കും. ലച്കല്ലിഫ് നഫ്സൻ ഇല്ലാ വസ്അഹ എന്ന് പറയുന്നുണ്ട്. അതായത് കഴിയുന്നത് മാത്രമേ ഒരാൾ എന്താവും ചെയ്യാൻ നിർബന്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതാണ് ലച്കല്ലിഫീനി എന്ന് പറയാം. ലച്കല്ലിഫിനി അലാ ഹാദ അനമാഗ്ദുർ. ഇത് 3 ആയല്ലോ. ഇനി ഇതിലേക്ക് നിങ്ങൾ സൂട്ടാകുന്ന 1-2 കാര്യങ്ങൾ പറയാം. അപ്പം എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. മറ്റത് ലാ തുസ്ഇജ്നി, അത് വെറുപ്പിക്കാൻ അർത്ഥമാണ്, എന്നെ ഡിസ്റ്റർബ് ആക്കാൻ. ലാ തുസ്ഇജ്നി, ചില ആൾക്കാർ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, ചെയ്യാൻ വേണ്ടി ഇടങ്ങാറാക്കും. ലാ തുസ്ഇജ്നി അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേറെ അതിൻ്റെ കറക്റ്റ് അല്ല, പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റൂലേ. വേറെ ലാ തുഹദ്ദിദ്നി, ചിലപ്പോൾ പറയാതിരിക്കുമ്പോൾ, ചെയ്യാതിരിക്കുമ്പോൾ കണ്ണാട്ടി ഇങ്ങനെ പേടിപ്പിക്കും നമ്മുടെ മാനേജറോ അല്ലെങ്കിൽ നമ്മുടെ ആള് ഫീലോ. അപ്പോൾ ലാ തുഹദ്ദിദ്നി യാ ബാബ, ലാ തുഹദ്ദിദ്നി. ഹദ്ദദ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, അതിനാണ് ഹദ്ദദ എന്ന്. ലാ തുഹദ്ദിദ്നി. വേറൊന്ന് ലാ തുഖവ്വിഫ്നി, എന്നെ നീ പേടിപ്പിക്കരുത്. ലാ തുഖവ്വിഫ്നി. അപ്പോൾ ഈ 3 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ആവശ്യത്തിന് സന്ദർഭം അനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഏത് 3? ലാ തുഹദ്ദിദ്നി, ലാ തുഖവ്വിഫ്നി, ലാ തുസ്ഇജ്നി. ഓക്കെ, പഠിച്ചോ? ഇത് പഠിച്ചിട്ട് തന്നെ പറയണം. കുറേ ഇങ്ങനെ ക്ലാസ് കേട്ട് പോവുക. സംസാര ഭാഷ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് പഠിക്കണം. അതിന് അറബിക് യൂണി, അതുകൊണ്ടാണ് നമ്മളെ കൂടെ 10,000-കണക്കിന് ആളുകൾ ഓരോ വീഡിയോയും കാണുന്നുണ്ട്. നിങ്ങളൊക്കെ വന്ന് എൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കണം. നമ്മളുടെ പെയ്ഡ് ചെറിയൊരു പൈസ കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ നമ്മുടെ കാൾ കൗൺസിലർമാരെ വിളിക്കും. അതൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അറബി ഭാഷ ലോകത്തെ ഏറ്റവും സുന്ദരമായ ധന്യമായ ഭാഷയാണ്. അത് പഠിക്കാൻ നിങ്ങൾ അറബിക്ക് കണ്ടു ചേരുക. മഷ്കുരിൻ ജിദ്ദൻ, മഅസ്സലാമ.